friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേ സെറ്റ്. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പംകിൻ മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാക്രോണിയാണ്. ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ആയിട്ടാണ്. ആ റെസിപ്പി വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്ക് ആക്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചൈനീസ് വിഭവം കൂടിയാണ്. ഓക്കെ, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പംകിൻ അഥവാ മത്തങ്ങ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് ഒരു മാക്രോണി പോലെ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 300 ഗ്രാമിൻ്റെ അടുത്തുള്ള മത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്യാൻ പോവാണ്. ഇതുപോലെ തൊലി കളഞ്ഞ് ഇങ്ങനെ 2-3 പീസാക്കി കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള സ്ലൈസ് ആക്കിയാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇതപ്പം ഞാൻ മുഴുവനായിട്ട് ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണം നമ്മൾ ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ പോവാണ്. നല്ലതുപോലെ അത് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് നല്ലതുപോലെ ഈ മത്തൻ ഉടച്ചിട്ടുണ്ട്. നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. അത് മൈദ ഉപയോഗിക്കേണ്ടവർക്ക് മൈദ ഉപയോഗിക്കുക, അതല്ല ഇനി ആട്ടയോ ഗോതമ്പ് പൊടി വേണമെന്നുള്ളവർക്ക് അല്ല അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിനും കൂടെ വേണ്ട ഉപ്പ് വേണം നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന പൊടി മൈദപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ വേണം കുഴയ്ക്കാനായിട്ട്. നമ്മൾ ഇനി ഏകദേശം ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്ത് കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 സവാള എടുത്ത് അരിയുന്നുണ്ട്. മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും ക്യാപ്സിക്കവും അതിനകത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളിയും കൂടി ഇടുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി അതവിടെ ഇരുന്ന് വഴലുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് 2 മുട്ടയെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. നമുക്കിനി ഉപ്പ് ഇട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഫ്രൈയിങ് പാനിലേക്ക് ഒഴിക്കുകയാണ്. മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ലതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൗണ്ടർ ടോപ്പിൽ നല്ലതുപോലെ കുറച്ച് പൊടി തൂക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററെങ്കിലും കനത്തിൽ വേണം നമ്മളിത് പരത്താനായിട്ട്. ഇനി നമ്മളത് ഇതേപോലെ കത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇതേപോലെ നമ്മൾ നല്ലപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ചതിന് ശേഷം നല്ലതുപോലെ പൊടി തൂക്കിയിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. നമ്മൾ ഇതേപോലെ ഒരു 3-4 ഒരുമിച്ച് ഒരേപോലെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്നുകൊണ്ട് വലിച്ചു കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ നീളത്തിൽ അതിങ്ങനെ വരും. എന്നിട്ട് ഒരേപോലെ നമ്മൾ ഇതേപോലെ നിരത്തി വെച്ചിട്ട് ഇത് നമ്മൾ മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതുപോലെ ഓരോരോ പീസാക്കി ഏകദേശം ഓരോ ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ പൊടിയിട്ടിട്ട് ഒന്നൊന്ന് തൊടാത്ത രീതിയിൽ നമ്മളിത് നല്ലതുപോലെ ഇളക്കി വിടുവിച്ചെടുക്കണം. ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓരോ പീസാക്കി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എടുക്കാമെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ നമുക്കിതാക്കി എടുക്കാൻ പറ്റും.
അത് പിന്നെ വേറെ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് ഇനി അതിൽ നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതുപോലെ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഡിസൈൻ ആക്കി എടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, നമ്മളത് അപ്പോൾ അതേപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പാനിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഓരോന്നായിട്ട് പെറുക്കിയിടുകയാണ്. ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിനകത്തേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊന്നും കൂടി ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഏകദേശം ഇപ്പോൾ ഒരു 8 മിനിറ്റ് ഞാൻ ഈ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബൗളിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കോരിയിടുകയാണ്. ചെറുതായി തണുത്തതിന് ശേഷം അതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് അതിന് വേണ്ടുന്ന മസാല ചേർക്കാൻ പോവാണ്. 2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി നന്നായി ഒന്ന് ഇളക്കുക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സെലറി ഇടാം, സ്പ്രിംഗ് ഓണിയൻ കിട്ടുവാണെങ്കിൽ അത് ഇടാം. എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ചിക്കി പൊരിച്ച് വെച്ച എഗ്ഗ് മുട്ടയും കൂടി ഇടുവാണ്. ഇനി വെജിറ്റേറിയൻസിന് ഇതൊന്നും ആഡ് ചെയ്യാതെ ഈ വെജിറ്റബിൾസ് യൂസ് ചെയ്തതിന് ഇടാം. അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസിന് ഈ എഗ്ഗ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ പുഴുങ്ങിയ ചിക്കൻ ആയാലും ഇതേപോലെ തന്നെ പൊടിച്ചിടാം. അതേമാതിരി തന്നെ ചെറിയ പ്രോൺസ് കിട്ടുകയാണെങ്കിൽ അത് വേവിച്ചതും ഇടാം. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന പംകിൻ മാക്രോണി മിക്സ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഡിഷ് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറിനായിട്ടായാലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.